പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു ബാലൻസും ഇല്ല. വാവരെ തള്ളി പറയുന്നവർ അയ്യപ്പനെ തള്ളി പറയുകയാണ്. വാവര് 100% മുസ്ലിമാണ്. വാവര് അയ്യപ്പനും നമുക്കും വേണ്ടി പോരാടി സ്വന്തം സ്വത്ത്, സ്വന്തം ജീവൻ, സ്വന്തം പടയാളികളെ വിട്ടുകൊടുത്ത് ഈ നാടിന് വേണ്ടി പോരാടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങയുടെ സ്വാഗതം. ഇപ്പോ സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ഒരു ചർച്ചാ വിഷയം എന്ന് പറയുന്നത്, ഞാനൊരു ഹിന്ദുവാണ്, ഞങ്ങളുടെ ഹിന്ദുക്കളുടെ ദൈവമായിട്ടുള്ള അയ്യപ്പനും അയ്യപ്പന്റെ സുഹൃത്തായിട്ടുള്ള വാവരുമാണ് ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടിരിക്കുന്ന മനുഷ്യരല്ലവർ. എന്നെ പോലുള്ള ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് ഒരു ദൈവമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അങ്ങ് എവിടെയോ മുകളിലിരിക്കുന്ന ആ ഒരു ദൈവത്തെ പോലും ചില നാറികൾ അങ്ങനെ തന്നെ പറയണം വെറുതെ വിടുന്നില്ല. എന്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു ചർച്ച നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാ വർഷവും മണ്ഡലകാലം ആകുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ ശബരിമലയിലെ ഒരു സീസൺ ടൈം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ആരൊക്കെയോ എവിടുന്നോ ഇങ്ങനെ കുത്തി കിളച്ച് ഇറക്കി വിടും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കാര്യത്തിന്, ആരുടെ സ്വയ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ദൈവങ്ങളെ വെച്ച് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത്? വാവര് സ്വാമിയുടെ മറ്റേ പള്ളിയിൽ, എരുമേലിയിൽ പള്ളിയിൽ കയറേണ്ട കാര്യമില്ല അയ്യപ്പന്മാര്. എന്തിനിങ്ങനത്തെ ചർച്ചകൾ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്ത് കാര്യത്തിന്? വാവരെന്താണ്, മുസ്ലിം അല്ല ഹിന്ദു ആണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ എൻ്റെ അനിയൻ അറിയില്ല, എനിക്കറിയാം. അതായത് എനിക്ക് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ എനിക്ക് കഥകൾ പറഞ്ഞു തരുമായിരുന്നു. പ്രത്യേകിച്ച് ഈ മഹാഭാരതത്തിലെ അയ്യപ്പനെ പറ്റിയിട്ടുള്ള കഥകൾ, കൃഷ്ണനെ പറ്റി, അങ്ങനെ എല്ലാ പണ്ടത്തെ അമ്മൂമ്മമാര് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇന്നത്തെ ഒരു ജനറേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ കഥകൾ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള കുട്ടികളോടാ. ഉള്ള കുട്ടികൾക്ക് അതിന് കേൾക്കാൻ സമയമുണ്ടോ എനിക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഗതി ഇപ്പം വളരെ കുറവാണ് നടക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എന്ന് വെച്ചിട്ട് കുട്ടികളാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിവ് ഇന്ന് പകർന്നു കൊടുക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്തും വന്ന് ഈ ചില സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ലാഭത്തിന് വേണ്ടി എന്തും പറയാം, ബാക്കിയുള്ളവർ മണ്ടന്മാരാണ് എന്ന് പറഞ്ഞു വരുന്ന കുറെ ചേട്ടന്മാരുടെ വൃത്തികേടുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എന്തിന് മേളിലിരിക്കുന്ന അയ്യപ്പനെയും വാവരെയൊക്കെ വിളിച്ചു വരുത്തി ഇറക്കി ഈ ഒരു വൃത്തികേട് നടത്തുന്നു എന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. 2018 വെള്ളപ്പൊക്കം വന്നൊരു സമയമുണ്ട്. ഈ വെള്ളപ്പൊക്കം വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ശബരിമല സീസൺ ടൈമില് ഒരു സ്ത്രീ, മലപ്പുറത്ത് എവിടെയുള്ള ഒരു സ്ത്രീ, ഒരു ശബരിമല അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം, ചിലപ്പോൾ എന്റെ മുസ്ലിം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ഒരു സ്ത്രീകൾക്ക് ഒരു ഏജ് കഴിഞ്ഞിട്ട് മാത്രമേ ശബരിമലയിൽ പ്രവേശനമുള്ളൂ. എനിക്ക് തോന്നുന്നു 10 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെൺകുട്ടികൾക്ക് കയറാൻ പറ്റില്ല. പിന്നെ അവരുടെ ഒരു ഏജ്, ഒരു വാർദ്ധക്യമാകുമ്പോഴാണ് അവർക്ക് കയറാൻ പറ്റുന്നത്. 60 വയസ്സോ 35 അങ്ങനെ എന്തോ കഴിഞ്ഞിട്ടേ അവർക്ക് പറ്റുള്ളൂ എന്നാണ്. അതെ, 60 വയസ്സാന്ന് തോന്നുന്നു. അത് കഴിയുമ്പോഴേ അവർക്ക് കയറാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു 2018 കാലഘട്ടത്തിൽ ഒരു സ്ത്രീ, 2-3 സ്ത്രീകൾ, ഒരാളെയാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് അന്ന് വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്, അവര് ശബരിമലയിൽ കയറി. അത് വലിയൊരു പ്രശ്നമായി. ആ സമയത്ത് ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ആദ്യമേ തന്നെ പറയാം, വിശ്വാസിയാണ് എന്ന് വെച്ചിട്ട് മറ്റേ അമിതമായ അന്ധം വിശ്വാസി ഒന്നും അല്ല ഞാൻ. അതും കൂടെ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയാണ്. ആവശ്യത്തിനുള്ള വിശ്വാസമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്ന പഴങ്കഥകളെല്ലാം കേട്ട് വളർന്നൊരു വ്യക്തിയാണ്. എനിക്കറിയാം അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് മാത്രം ഞാൻ ഒരു പകുതി വിശ്വാസി തന്നെയാണെന്ന് ഞാൻ എവിടെയും പറയും. എനിക്ക് അതിനകത്ത് ഒരു മടിയും തോന്നാറില്ല. എന്ന് വെച്ചിട്ട് മുസ്ലിങ്ങളോട് ഇഷ്ടമില്ലായ്മയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് ഇഷ്ടമില്ലായ്മയോ ഉള്ളൊരു വ്യക്തി അല്ല ഞാൻ. ഇത്തിരി വിവരമുള്ളത് കൊണ്ട് എനിക്ക് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. അല്ലാതെ ആട്ടിപ്പായിക്കാൻ എന്നെ കൊണ്ട് എനിക്ക് അറിയില്ലത്. ഞാനപ്പോ പറഞ്ഞു വന്ന പോയിന്റ്, ആ ഒരു സമയത്ത് 2018 ഈ സ്ത്രീകൾ കയറി പ്രശ്നമായ സമയത്ത് ആണ് നമ്മുടെ ഈ ഒരു പ്രകൃതി വരെ ശോഭിച്ചു, വെള്ളപ്പൊക്കം വന്നു. ഇതുപോലുള്ള എല്ലാ വൃത്തികേടുകളും നമ്മുടെ നാട്ടിൽ വൃത്തികേടുകൾ കൂടുന്നതനുസരിച്ച് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രകൃതി നമ്മളോട് ക്ഷോഭിക്കുന്നുണ്ട്. അത് ദൈവത്തെ ഓർത്ത് ഇവിടുത്തെ വലിയ വർത്താനം പറഞ്ഞ് നടക്കുന്ന ചേട്ടന്മാരൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനിയും ദ്രോഹിക്കാതിരിക്കുക മേളിലിരിക്കുന്ന ദൈവത്തിനെയൊക്കെ. അവിടെ ഇരുന്നോട്ടെ. വലിച്ചിറക്കി കുത്തി കീറാൻ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും അത് അനുഭവിക്കും.
അതിനുള്ളത് നമുക്ക് കിട്ടിയിരിക്കും കർമ്മഫലം. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ ഒരു വൃത്തികെട്ട പരിപാടി നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒരു വീഡിയോയിലേക്ക് പോകാം. ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. സുനിത ദേവദാസിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, യൂട്യൂബർ. സുനിതയുടെ ചാനലിൽ സുനിതയും അതുപോലെ തന്നെ നമ്മുടെ രാഹുൽ ഈശ്വർ, ഇവർ രണ്ടുപേരും കൂടെ ഓൺലൈൻ കോൾ എന്തോ ആയിരുന്നു തോന്നുന്നു. കാരണം സുനിത പുറത്താണ്, രാഹുൽ ഈശ്വർ ഇവിടെ ആയതുകൊണ്ട് അവരുടെ ഒരു ചെറിയൊരു കോൺവെർസേഷൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് എനിക്ക് അത് കാണിച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയാനുണ്ട്. അങ്ങനെ രാഹുൽ ഈശ്വർ പറയുന്ന എല്ലാ കാര്യത്തിനോടൊന്നും യോജിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ പുള്ളിയുടെ ഈ ഒരു വീഡിയോ, പുള്ളി സുനിതയുടെ വീഡിയോയിൽ വന്നിരുന്ന് ഈ സംസാരിക്കുന്ന കേട്ടപ്പോൾ പരിപൂർണമായിട്ടും ഞാൻ പുള്ളിയോട് യോജിക്കുന്നു. പുള്ളി ആ പറഞ്ഞോട് വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് യോജിക്കാൻ പറ്റി. എന്തായാലും ആ ക്ലിപ്പുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ പറയണം. ഓക്കെ, വീഡിയോ കാണുക. വാവര് ശരിക്കും മുസ്ലിം ആണോ? രാഹുലിന്റെ ഒരു സ്റ്റാൻഡ് എന്താ ഇതില്? ഞാൻ എല്ലാ കാര്യത്തിലും ബാലൻസ്ഡ് ആയിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ എന്നെ തമാശക്ക് ആൾക്കാർ പറയും സതി നല്ലതാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ സ്ത്രീ എടുത്ത് ചാടട്ടെ, എന്നിട്ട് ചാടിയിട്ട് തിരിച്ചു വന്നാൽ ഞാൻ പറയുന്ന ആൾക്കാർ പറയും. പക്ഷേ ഈ കാര്യത്തിൽ യാതൊരു ബാലൻസും ഇല്ല. വാവരെ തള്ളി പറയുന്നവർ അയ്യപ്പനെ തള്ളി പറയുകയാണ്. വാവര് 100% മുസ്ലിമാണ്. വാവര് അയ്യപ്പനും നമുക്കും വേണ്ടി പോരാടി സ്വന്തം സ്വത്ത്, സ്വന്തം ജീവൻ, സ്വന്തം പടയാളികളെ വിട്ടുകൊടുത്ത് ഈ നാടിന് വേണ്ടി പോരാടി പ്രവർത്തിച്ചൊരു വ്യക്തിയാണ്. വാവരുടെ കുറിച്ച് പറയുന്നവർ ഇസ്ലാമോഫോബിയ മാത്രമല്ല പറയുന്നത്, അയ്യപ്പ വിരോധമാണ് പറയുന്നത്, പച്ച കള്ളമാണ് പറയുന്നത്. വാപൂരനാണെന്ന് പറയുന്നത് നട്ടാൽ കുരുക്കാത്ത, പെറ്റ തള്ള സഹിക്കാത്ത കള്ളമാണ് എന്നുള്ളതാണ് സത്യം. വാവരുടെ അച്ഛന്റെ പേര് അലി എന്നാണ്, അമ്മയുടെ പേര് പാത്തുമ്മ എന്നാണ്. നമ്മുടെ രാധാകൃഷ്ണൻ സാറിന്റെ, രാജ് സാറിന്റെ ഇത് കണ്ടിരുന്നു. 2 വേർഷൻസാ ഉള്ളത്. തകൃതിസ്ഥാൻ തോട്ടത്തിൽ ഉള്ള പാത്തുമ്മയുടെ മോനെ വാവരെ ടർക്കി ആണെന്ന് ചിലർ പറയുന്നു. ചില ആൾക്കാർ ഹീരാക്യും തോട്ടം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ചില ഇന്നത്തെ ഇറാഖ് എന്നൊക്കെ പറയുന്നു. വാവര് മുസ്ലിമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവ് വാവര് പള്ളി പോലും അല്ല, അയ്യപ്പന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് എരുമേലിയില് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ വാവർക്ക് ഒരു നടയുണ്ട്. അതിലൊരു വിഗ്രഹം വെച്ചിട്ടില്ല. അതായത് വാവര് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ സഗുണാരാധനയില്ല. വാവർക്ക് അത് ഹലാലല്ല. വാവർക്ക് സഗുണാരാധന ഹറാമാണ്. അപ്പൊ അയ്യപ്പൻ എന്റെ അമ്പലത്തിൽ വാവരെ ആദരിക്കാൻ തീരുമാനിച്ചപ്പോ വാവർക്ക് ഹലാലായ രീതിയിൽ ആദരിക്കണമെന്ന് വിശ്വസിച്ച വ്യക്തിയാണ്. അതായത് വാവർക്ക് ഏത് രീതിയിലാണോ ആദരിക്കപ്പെടാൻ ആഗ്രഹം ആ രീതിയിൽ വാവർ ആദരിച്ചതാണ്. ഇത് ഞാൻ ഭംഗി പരസ്പരം ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതല്ല. ഇന്നും എരുമേലിയിൽ പോയാൽ നമുക്ക് കാണാം വെറും ഒരു ആർച്ച് മാത്രമേ വാവര് നടയിലുള്ളൂ. അമ്പലത്തിലെ കാര്യമാണ്, പള്ളിയിലെ കാര്യം. അപ്പോ എരുമേലിയിൽ അല്ലെങ്കിൽ ശബരിമല പോകുന്ന ആളുകൾ, എനിക്ക് തോന്നുന്നു, ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളം ഞാൻ അടുപ്പിച്ച് പോയ ഒരാളാണ്. ഇപ്പൊ കുറെ കൊല്ലങ്ങളായിട്ട് ഞാൻ പോകാറില്ല. ഞാൻ ആദ്യമേ പോകുമ്പോൾ കന്നി അയ്യപ്പൻ എന്ന് പറയും. ആ സമയത്ത് പോകുന്ന വഴി നമ്മൾ എരുമേലി ഇറങ്ങി പേട്ട തുള്ളിയാണ് ഞാനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷവും ഞാൻ പോയ കൂട്ടത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഈ കന്നി അയ്യപ്പന്മാർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എരുമേലി പോയിട്ടാണ് പോയത്. പിന്നെ ഇപ്പൊ കുറെ ആയിട്ട് ഞാൻ പോയിട്ടില്ല. പോയതിന്റെ ഓർമ്മയിൽ ഞാൻ പറയുകയാണ്, ആരാണെങ്കിലും ഏതൊരു അയ്യപ്പനാണെങ്കിലും ചെല്ലുന്നുണ്ടെങ്കിൽ മനസ്സിലൊരു എന്താണ് അതിന് പറയുന്നത്, ഒരു വൃത്തികേടും വെച്ചുകൊണ്ടായിരിക്കില്ല ഏതൊരു അയ്യപ്പനും. അങ്ങനെ ഒരു അയ്യപ്പൻ ഇല്ല. മാലയിട്ട അയ്യപ്പനായി കഴിഞ്ഞാൽ അവന് മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ വാവര് മുസ്ലിം ആയതുകൊണ്ട് അവിടെ കേറത്തില്ലെന്നോ പറയുന്ന ഒരു അയ്യപ്പനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. എന്റെ പൊന്നു ചേട്ടന്മാരെ, ഹിന്ദു മതത്തിനെ എടുത്ത് പൊക്കി തലയിൽ വെച്ച് നടക്കുന്ന ചേട്ടന്മാരോട് ഇതാ രാഹുൽ ഈശ്വർ പറയുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അയ്യപ്പന്റെ പേര് നീയൊക്കെ കളഞ്ഞു പൊളിക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ വാവരെ പിടിച്ച് ഇങ്ങനെ അങ്ങനെ മുസ്ലിം ഈ ഒരു മതത്തിന്റെ പേര് പറഞ്ഞ് നീയൊക്കെ ഒരു വ്യക്തിയെ തരം താഴ്ത്താൻ ശ്രമിക്കുന്നത് അയ്യപ്പന്റെ സുഹൃത്തിനെയാണ്. നീയൊക്കെ അയ്യപ്പനെ തരം താഴ്ത്തുന്നതിന് തുല്യമാണ്. അതൊക്കെ എന്ന് നീയൊക്കെ മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. ഇത് ഈ കുത്തിത്തിരികെ ഈ സോഷ്യൽ മീഡിയയിലിട്ട് വൃത്തികേടാക്കുന്നവരില്ലേ, ഇപ്പൊ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ചിലപ്പം ഇതിനെ സപ്രസ് ചെയ്ത് ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് വന്ന് കഥ പറയാൻ ആളുകൾ കാണും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഞാനൊരു ഹിന്ദുവിനെ താത്തി പറയുകയോ അയ്യപ്പനെ കൊച്ചാക്കി കാണുകയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യത്തുമില്ല. കാരണം ഞാനൊരു വിശ്വാസിയാണ്. എന്ന് വെച്ചിട്ട് മറ്റൊരു മതത്തിനെ അടിച്ചു താത്താനും അവരുടെ അതിനകത്തെ ആ ഒരു മതത്തിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അയ്യപ്പന്റെ കൂട്ടുകാരനായതുകൊണ്ട് ആ കൂട്ടുകാരൻ മുസ്ലിം അല്ല, അല്ലെങ്കിൽ അയാളെ തള്ളി പറയുക എന്ന് പറയുന്നവരോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ചേട്ടന്മാരെ, നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രേ പറയുള്ളൂ. നിങ്ങൾ അയ്യപ്പനെ കളിയാക്കുന്നതിന് അല്ലെങ്കിൽ അയ്യപ്പനെ അവഹേളിക്കുന്നതിന് തുല്യമാണ് വാവരെ ഇങ്ങനെ ചെയ്യുന്നത്.
പണ്ട് കാലത്തെ ഞാൻ ആദ്യമേ അതാണ് പറഞ്ഞത്, മുത്തശ്ശിക്കഥകളൊക്കെ കേട്ട് വളർന്ന ആളുകൾക്ക് ഒരിക്കലും അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ വർഗീയത മറ്റേ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവന്മാർക്ക് ചിലപ്പം അവന്മാർ പല കഥകളും പറഞ്ഞുകൊണ്ട് വരും. അവന്മാരായിരിക്കാം ഈ ഒരു കൂടുതൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ബിജി തമ്പിയുടെ ഒക്കെ ഒരു എന്ത് കണ്ടിട്ടാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹത്തെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഈ ഒരു വോട്ടവർ ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ ഇതൊക്കെ വിളിച്ച് പറയുന്നതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊക്കെ ഇച്ചിരി വിവരമുള്ള ആരെങ്കിലും ഇത് സംസാരിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ? എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരെയും ഒന്നിച്ച് കാണാൻ. ഞാൻ വേറൊരു കാര്യം പറയാം, അത് രാഹുൽ ഈശ്വർ ഇവിടെ പറയുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ, അതിന് ശേഷം ഞാൻ പറയാം. നമ്മൾ അല്ലെങ്കിൽ എന്നെ പോലുള്ള ഹിന്ദുക്കൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നമ്മുടെ ഹിന്ദുക്കളുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അത് ഞാൻ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരാം. ഇത് കാണുക ബാക്കി. പറയുന്നത് അമ്പലത്തിനുള്ളിൽ പോലും ഒരു ആർച്ചയുള്ളൂ. അതുകൊണ്ട് വാവരെ തള്ളി പറയുന്നവർ പെട്ടെന്ന് BJP-കാർക്കും RS-കാർക്കും മനസ്സിലാക്കാൻ വേണ്ടി ഒരു 100 വർഷത്തിന് ശേഷം അബ്ദുൽ കലാം മോശക്കാരനാണ്, മുസ്ലിം ആയതുകൊണ്ട് അബ്ദുൽ കലാം ഗസ്വായ ഹിന്ദിന്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ BJP-കാർക്ക് ദേഷ്യം വരും. കാര്യം വാജ്പേയിജിയുടെ അടുത്ത സുഹൃത്തും മറ്റുമാണ്. അതേപോലെ ഈ നാടിന്റെ ഏറ്റവും വലിയ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ജനിച്ച മതസൗഹാർദ്ദവാദിയും ഈ നാടിന് വേണ്ടി ജീവിച്ച വ്യക്തിയാണ് വാവർ അഥവാ ബാബർ. ബാബർ എന്നാണ് പുള്ളിയുടെ പേര്. അതിനെ മലയാളീകരിക്കുമ്പോഴാണ് ബാബർ എന്നാണ് പേര്, മലയാളീകരിക്കുമ്പോഴാണ് അത് ബാബർ എന്ന് പറയുന്നത്. അതൊക്കെ ശരിയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയാം. രാഹുൽ ഈശ്വർ ഇപ്പൊ പറഞ്ഞു തന്നു, ചില ആളുകൾക്ക് മനസ്സിലാവാൻ, ഞാൻ അവരുടെ വേറൊന്നും പറയുന്നില്ല, ചില ആളുകൾക്ക് മനസ്സിലാവേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ ഒരു എക്സാമ്പിൾ പറഞ്ഞു. വെറുതെ രാഹുൽ ഈശ്വർ അത് ഇവിടുത്തെ ചേട്ടന്മാർക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ ആ വ്യക്തിയെ APJ അബ്ദുൽ കലാമിനെയും അവർ തള്ളിപ്പറയും. അതിനകത്ത് മറ്റേ ആളെ നോക്കത്തൊന്നുമില്ല. അയ്യപ്പന്റെ കൂട്ടുകാരനായിട്ടുള്ള വാവരെ തള്ളി പറയുന്നു. പിന്നെയാണോ മനുഷ്യരായിട്ടുള്ള ഇവരെ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്തും നടക്കും. അത് ഈ കാലഘട്ടത്തിലൂടെ പോകുമ്പോ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. അത് ഇവിടെ നന്മയൊന്നുമില്ല. ഇവിടെ തിന്മയുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ മുന്നോട്ട് പോകുള്ളൂ എന്നാണ് ഇവിടുത്തെ കുറെ ചേട്ടന്മാർ ഇപ്പൊ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്തിനിങ്ങനെ? ഇത് ഞാൻ പറയട്ടെ, ഒരു ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ഈ വർത്താനങ്ങൾ പറയുന്നത് ഉണ്ടെങ്കിൽ ഒരിക്കലും ദൈവത്തെ വിശ്വസിക്കുന്നവർ ഇങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരൊന്ന് ചിന്തിക്കും. എപ്പോഴൊക്കെ അയ്യപ്പനെ തൊട്ട് കളിച്ച് ഇവിടെ ഓരോ കൊണ പരിപാടികൾ, അന്ന് ആ സ്ത്രീകൾ കയറി, അത് വളരെ എനിക്ക് തോന്നുന്നു 1-2 മാസം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ എല്ലാം കൂടെ മറ്റേ വെള്ളവും കയറി എല്ലാം തീർന്നത്. ഇതേ കണക്ക് പ്രകൃതി ശോഭിക്കും. അത് ഇവിടുത്തെ ചേട്ടന്മാർക്ക് എന്തെങ്കിലും ഒരു എനർജി ഉണ്ടെങ്കിൽ, ഒരു പോസിറ്റീവ് എനർജിയെ എല്ലാവരും നിന്ന് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ദൈവവിശ്വാസം ഒന്നും ഇല്ലാത്തവരോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഒരു പോസിറ്റീവ്, നിങ്ങൾ എനർജിയിൽ എന്തായാലും വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും. ഒരു പോസിറ്റീവ് എനർജിയെ നമ്മൾ നിന്ന് കല്ലെറിഞ്ഞ് നെഗറ്റീവ് ആക്കാൻ നോക്കുക. തിരിച്ചത് അടിക്കുന്ന എങ്ങനെയായിരിക്കും, അത് എഫക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നമ്മളെ, അങ്ങനെ മാത്രം എടുത്താൽ മതി. നിങ്ങൾ വിശ്വാസികളല്ലാത്ത ആളുകൾ അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഞാൻ നിങ്ങളെ ഇവിടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. അങ്ങനെ മുന്നോട്ട് വരുന്ന ഒരാളുമല്ല ഞാൻ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, ഓരോരുത്തരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ ആളല്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് ഈ മതങ്ങളെ തമ്മിൽ കൂട്ടിത്തല്ലിച്ച് കാശുണ്ടാക്കാൻ നോക്കുന്ന ചിലവന്മാരുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കാൻ നോക്കുന്നവന്മാര്. അവന്മാർക്കിട്ട് ഞാൻ നല്ല താങ്ങ് തന്നെ താങ്ങും. എനിക്കൊരു മടിയില്ല. ബാക്കി ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയും മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ചയും ഉള്ളതുപോലൊരു ആത്മീയ പഠനം നമുക്കില്ല. നമുക്കിത് ചോദിക്കാനുള്ള സ്ഥലമില്ല. നമ്മൾ സ്വന്തമായിട്ട് തിയറി ഉണ്ടാക്കി അതും ഒരു ഐതിഹ്യമാണെന്ന് പറയും. അതായത് നമുക്കൊന്നും പഠിക്കണ്ട. ഹിന്ദുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു കഥയുണ്ടാക്കും, എന്നിട്ട് അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ടെന്നങ്ങ് പറയും. ഇത് ഡോക്യുമെന്റഡ് ആണ്. അതായത് അയ്യപ്പനെ കുറിച്ച് 17-ാം നൂറ്റാണ്ടിൽ പന്തളം റോയൽ ഫാമിലിക്ക്, ഞാൻ ഡോക്യുമെന്റ്സ് അയച്ചു തരാം കാണിക്കാൻ വേണ്ടിയിട്ട്, പന്തളം റോയൽ ഫാമിലി പട്ടയങ്ങൾ കൊടുക്കുന്നുണ്ട്. 1950 കേരള ഹൈക്കോടതി അന്നത്തെ തന്ത്രി കണ്ടൊരു ശങ്കരൂരിനോടാണെന്ന് തോന്നുന്നു, ശങ്കരൂരിനോട് ചോദിക്കുന്നുണ്ട്. ശങ്കരൂർ പറയുന്നുണ്ട് ഇത് വാവരാണ്. കഴിഞ്ഞ 10 നൂറ്റാണ്ടായിട്ട് 1000 വർഷമായിട്ട് വാവരവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അത് വാവരല്ല, വാവരെന്ന് കള്ളം പറയുന്നത് മനസ്സിലെ ഇസ്ലാമോഫോബിയ കൊണ്ടാണ്. വാവരൻ ആരാ ശരിക്ക്? ഈ വാവരൻ എന്ന് പറയുന്നത് ഇവരുണ്ടാക്കുന്ന ഒരു തിയറിയാണ്. അതായത് എങ്ങനെങ്കിലും വാവരെ മാറ്റണമല്ലോ. അവിടെയാണ് ഞാൻ ഗോപാലകൃഷ്ണൻജി ഒക്കെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ടൊരു വീഡിയോ ചെയ്തു. അറ്റ്ലീസ്റ്റ് ഗോപാലകൃഷ്ണൻജി വാവരാണെന്നെങ്കിലും സമ്മതിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് ഈ ഷെയ്ഡ്സ് ഓഫ് സാഫ്രൺ എന്ന് പറയുന്നത്. ഗോപാലകൃഷ്ണൻജി നാളെ വേണമെങ്കിൽ മാറ്റിയും പറയാം, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തും ആയിക്കോട്ടെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ അത്യാവശ്യം വാവരാണെന്നെങ്കിലും പറയുന്നുണ്ടല്ലോ. ഇവിടുത്തെ ചേട്ടന്മാർ ഇപ്പൊ അതാണല്ലോ മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഈ ഒരു ക്ലിപ്പിന്റെ സ്റ്റാർട്ടിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. എന്റെ ഹിന്ദു മിത്രങ്ങളോടാണ് എനിക്കിത് പറയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതം വെച്ച് ആ ഒരു വാക്ക് പോലും യൂസ് ചെയ്യരുത്. ഐ എം സോറി ഇഫ് ഐ എം യൂസിങ് ദാറ്റ് റോങ്. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ അങ്ങോട്ട് പറയുകയാണ്. എന്റെ ഈ ചന്ദനം തൊട്ട് നടക്കുന്ന എന്നെ പോലുള്ള ആളുകളോടുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്.
മുസ്ലിങ്ങൾക്ക് അവർക്ക് ഈ മറ്റേ ഈ പഠിപ്പിക്കുന്ന എന്താണ് അതിനൊരു പേര് പറയും, എനിക്ക് എന്റെ പ്രോപ്പർ പേര് ഞാൻ വിട്ടുപോയി, കമന്റ് ബോക്സിൽ ഇടുക. അയ്യോ, ഈ പിള്ളേർ പഠിക്കാൻ പോകുന്ന ചെറുപ്പം തൊട്ട് പഠിപ്പിക്കുന്ന അവരുടെ മതപരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിന് ഒരു പേരുണ്ടല്ലോ, ആദ്യം വിട്ടുപോയി, സോറി വാട്ട് എവർ. അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കുണ്ട് സൺഡേ ക്ലാസ്. നമുക്ക് എന്തുണ്ട് ചേട്ടന്മാരെ? നമുക്ക് എന്താ ഉള്ളത്? ഒരു തേങ്ങയേ ഇല്ല നമുക്ക്. നമ്മുടെ ഇപ്പം ജനിച്ചു വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ഒരു എന്താണ് മഹാഭാരതം എന്താണെന്നോ ഗീത എന്താണെന്നോ അയ്യപ്പന്റെ കഥ എന്താണെന്നോ എന്തെങ്കിലും അറിയാവോ? എന്താണ് ഹിന്ദുയിസം എന്നുള്ളൊരു സാധനമെങ്കിലും അറിയാവോ? അത് അറിയാതെ വരുന്ന കുട്ടികളാണ് ഇവിടെ ഭാവിയില് മറ്റേ ഭീകരവാദവും പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അല്ല, വേറൊന്നും അല്ല, അത് തന്നെയാണ് സംഗതി. കുട്ടികളെ നമ്മുടെ ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ പൂർവികരെ പറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളെ പറ്റിയോ പഠിപ്പിച്ചു കൊടുക്കാനോ ഒന്നിനും ആർക്കും താല്പര്യമില്ല. ഇതിന് നമ്മുടെ കണ്ണിക്കടിയാ. അവര് മറ്റവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാത്തത് നമ്മുടെ കുഴപ്പമാ. അതിന് അവരോട് കണ്ണിക്കടി തോന്നിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിലോ നമ്മുടെയും അമ്പലങ്ങളിൽ കുട്ടികൾക്ക് ഈ ഭഗവത്ഗീതയിലുള്ള കാര്യങ്ങൾ എന്താണെന്നോ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ക്ലാസ് പോലെ അതെന്തുകൊണ്ട് നമുക്കില്ല? എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? നമ്മുടെ പോരായ്മ അത്. അതിന് മറ്റുള്ളവരോട് പോയി ചൊറിഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എന്തുകൊണ്ട് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കുന്നു? എനിക്ക് മനസ്സിലാക്കാത്തതിന്റെ പേരിലുള്ള ഒരു സങ്കടമുണ്ട് എനിക്ക്. പക്ഷെ ഹിന്ദു എനിക്കൊരു സങ്കടമുണ്ട്. എന്റെയൊക്കെ ഒരു ഇനി മുന്നോട്ടുള്ള ഒരു തലമുറ വരുമ്പോഴത്തേക്ക് ആര് പറഞ്ഞു കൊടുക്കും അവർക്ക് ഈ കഥകളൊക്കെ? എനിക്കറിയില്ല. ബാക്കി ഗോപാലകൃഷ്ണൻജി പറയുന്നത് എന്താ? വാവരുണ്ട്, വാവരൊരു ചങ്ങാതിയാണ്, അത് പ്രസംഗം ശരിയല്ല കേട്ടോ, പ്രസംഗം ശരിയാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഗോപാലകൃഷ്ണൻജി വാവരുടെ മുസ്ലിം സ്വത്തും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ വേറെ ചില ആൾക്കാരുണ്ട്, അവര് കള്ളം പറഞ്ഞ് വാവരേ അല്ല വാപുരനാണെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലെ വിദ്വേഷമാണ്, മനസ്സിലെ എന്താ പറയുക വിദ്വേഷ രാഷ്ട്രീയമാണ്. അങ്ങനെ കഥാപാത്രം ഉണ്ടോ? ആരാ വാപുരൻ? ചില ഭൂതഗണങ്ങളിൽ വാപുരൻ ഒരു റെഫറൻസ് ഉണ്ട്. അത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാവരെ എങ്ങനെങ്കിലും ഹിന്ദുവൽക്കരിക്കാനും വാവര് മുസ്ലിം അല്ലെന്നും പറയാൻ വേണ്ടി പല ആൾക്കാരും ദുരുപയോഗം ചെയ്യുക. നമ്മുടെ കണ്ണിന്റെ ഫ്രണ്ടിൽ കാണുകയല്ലേ ആ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചാണ് പേട്ട തുള്ളുന്നത്. ഇന്നത്തെ ഒരു രസം കൂടെ അറിയാമോ? അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളിൽ പേട്ട തുള്ളി വരും. രണ്ടാമത്തെ സംഘം വാവര് പള്ളിയുടെ ഫ്രണ്ടിൽ ജസ്റ്റ് അങ്ങ് തൊഴുതിട്ട് പോകും. കാരണം ആദ്യത്തെ സംഘത്തിന്റെ കൂടാണ് 1000 വർഷം മുമ്പ് വാവര് ശബരിമലയ്ക്ക് പോകുന്നത്. ഇന്നും ലിവ്ഡ് റിയാലിറ്റിയായി തുടങ്ങുന്ന സാധനങ്ങളെ കുറിച്ച് ഒരു ഉളുപ്പില്ലാതെ കള്ളം പറയുകയാണ്. അങ്ങനെ കള്ളം പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? എങ്ങനെങ്കിലും മുസ്ലിം അപരത്വം ഉണ്ടാക്കണം, മുസ്ലിങ്ങൾ നമ്മുടെ ഭാഗമല്ലെന്ന്. ഇസ്ലാമോഫോബിയ അത്രേ ഉള്ളൂ. അതിന്റെ ഒരു ചൊറിച്ചിലാണ് ഇവിടുത്തെ ചേട്ടന്മാർക്ക്. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തിനീ മതത്തിന്റെ പേര് പറഞ്ഞ ആളുകളെ നമ്മൾ വേർതിരിച്ചു കാണുന്നു? എടോ, ചാവാൻ നേരത്ത് ചിലപ്പം ഞാനോ നീയോ ഒക്കെ റോട്ടിൽ ചാവാൻ കിടക്കുമ്പം സ്വന്തം ജാതിക്കാരനായിരിക്കത്തില്ല കൊണ്ട് അണ്ണാക്കി വെള്ളം ഒഴിച്ചു തരുന്നത്, അല്ലെങ്കിൽ എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നത്. അപ്പോഴും നീയൊക്കെ ഇത് നോക്കുവോ? എനിക്കറിയാൻ പാടില്ല. ഇതിപ്പം ഹിന്ദുക്കളോടും മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെ മതപരമായ ആൾക്കാരെ തരംതിരിച്ച് കാണുന്നവരാണെങ്കിൽ പുച്ഛം മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങൾക്ക് തരാൻ. വേറെ ഒന്നുമില്ല, വേറൊന്നും എനിക്ക് പറയാനും ഇല്ല. ഇത്രേ ഉള്ളൂ. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുറെ ചെന്നായകൾ ഇപ്പൊ കിടന്ന് സോഷ്യൽ മീഡിയ വഴി ദൈവത്തിന്റെ പേരും പറഞ്ഞ് അടിയുണ്ടാക്കുന്നു. എന്തിനാണെന്ന് എനിക്ക് ഒരു രീതിയിലോ ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ചിലവരുടെ ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവും, എനിക്ക് മനസ്സിലായി. പക്ഷെ അത് എല്ലാവരും എന്തുകൊണ്ടത് മനസ്സിലാക്കുന്നില്ല എന്നുള്ള കാര്യത്തിലുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, എൻ്റെ മാത്രം അഭിപ്രായമാണിത്. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കാനോ ഇവിടെ ദൈവം ഉണ്ടെന്ന് പറയാനോ ഇവിടെ അങ്ങനെ ഒന്നിനുമല്ല ഞാൻ വരുന്നത്. ഞാൻ കണ്ട ഒരു കാര്യത്തോട് എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായം അത് ഞാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ പറ്റി, അദ്ദേഹത്തെ വലിച്ചിറക്കി ഇങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരാളെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്നുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്തായാലും പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.